ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പോൾ നോക്കാൻ പോകുന്ന റീഡിംഗ്, നിങ്ങളുടെ വ്യക്തി ഈ നിമിഷത്തിൽ നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത്. അപ്പോൾ നമുക്ക് റീഡിങ്ങിലോട്ട് പോകാം. ഓക്കെ നിങ്ങളുടെ വ്യക്തി ഈ നിമിഷം നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ എന്തുകൊണ്ട് ഈ വ്യക്തിയുടെ അവസ്ഥ മനസ്സിലാക്കുന്നില്ല, അവര് പോയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥകൾ, പോയി കഴിഞ്ഞ സാഹചര്യങ്ങൾ, അതൊക്കെ എന്തുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കുന്നില്ല. അതിന് പകരമായിട്ട് നിങ്ങൾ ചോദ്യം ചെയ്യലുകൾ, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ മറ്റു പല കാര്യങ്ങൾ ഉന്നയിക്കലുകൾ, ഒരു പരാതിപ്പെട്ടി പോലെ നിങ്ങൾ നിൽക്കുന്ന ഒരു പരിപാടി, ഒരു കംപ്ലൈൻറ്റ് ബോക്സ് ആയിട്ട് നിങ്ങളെ കണക്കാക്കുന്ന പരിപാടികൾ ഇവിടെ ഉണ്ട്. ചിലപ്പോൾ നിങ്ങൾ ചോദിക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ കാണുന്ന പരിപാടി ഈ വ്യക്തിയുടെ സ്വന്തം കാര്യത്തിലും മറ്റു പല സാഹചര്യങ്ങളിലും മറ്റു പല വ്യക്തികൾക്കും വേണ്ട രീതിയിൽ വേണ്ട പ്രവർത്തികൾ, വേണ്ട കാര്യങ്ങൾ സമയാസമയം ചെയ്തു കൊടുക്കുന്നുണ്ടാവാം, അല്ലെങ്കിൽ പല കാര്യങ്ങളും കേൾക്കുന്നുണ്ടാവാം. പക്ഷെ നിങ്ങളുടെ കാര്യം വരുമ്പോൾ മോഹൻലാൽ ദയാ സിനിമയിൽ എന്താ പറയുക, തപ്പി നടക്കുന്ന പോലെയുള്ള കാര്യങ്ങളായിരിക്കും. അയ്യോ ഒന്നും കാണുന്നില്ലല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ദേഷ്യം വരും. അപ്പം നിങ്ങൾ ചോദ്യം ചെയ്യാൻ തുടങ്ങും. കാരണം ഞാനും ഒരു മനുഷ്യനാണ്, ഞാനും ഒരു മനുഷ്യത്തെയാണ്, അപ്പം എന്തുകൊണ്ട് എന്നോട് മാത്രം ഇങ്ങനെ എന്നുള്ളൊരു കൺസെപ്റ്റ് നിങ്ങൾക്ക് ഉള്ളിൽ വരും. കാരണം മറ്റുള്ളവരോടൊക്കെ പല കാര്യങ്ങളും സ്നേഹിക്കുന്നുണ്ട്, പ്രയോറിറ്റി കൊടുക്കുന്നുണ്ട്, സാഹചര്യങ്ങൾ എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും ഓടി നടന്ന് പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്, സ്വന്തം കാര്യത്തിലും പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. പക്ഷെ എൻ്റെ കാര്യങ്ങൾ അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തിൻ്റെ കാര്യങ്ങൾ വരുമ്പോൾ ഇതെന്താണ് ഇങ്ങനെ ചെയ്യുന്നത് എന്നുള്ള രീതിയിലായിരിക്കും നിങ്ങൾ ചോദിക്കുന്നത്. പക്ഷെ അതൊക്കെ നിങ്ങൾ ചോദിക്കുന്നതോ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സമയം തരുന്നില്ല, അല്ലെങ്കിൽ നിങ്ങളോട് മാത്രം എന്താണ് ഇങ്ങനെയുള്ള ബിഹേവിയർ എപ്പോഴും കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള നിങ്ങളുടെ ചോദ്യങ്ങൾ വരുമ്പോൾ ഈ വ്യക്തി ചിന്തിക്കുന്നത്, എന്തുകൊണ്ടാണ് നിങ്ങളെപ്പോഴും ഒരു കംപ്ലൈൻറ്റ് ബോക്സ് ആയിട്ട് ഇരിക്കുന്നത്, എന്തുകൊണ്ടാണ് എപ്പോഴും നിങ്ങൾ പരാതി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ സ്നേഹം കൂടുതൽ കൊണ്ടോ, അല്ലെങ്കിൽ ഇവരുടെ പ്രസൻസ് ആഗ്രഹിക്കുന്നത് കൊണ്ടോ, അല്ലെങ്കിൽ എന്താ പറയുക ഇവരുടേതായിട്ടുള്ള ഇവർ ചെയ്തു തരേണ്ട കാര്യങ്ങൾ ചെയ്തു തരാത്തത് കൊണ്ടോ ആണ് നിങ്ങൾ കംപ്ലൈൻറ്റ് പറയുന്നത് എന്ന് നിങ്ങളുടെ വ്യക്തി ചിന്തിക്കുന്നില്ല. എല്ലാം മനസ്സ് അറിഞ്ഞ് നിങ്ങൾ പ്രവർത്തിച്ച് നിൽക്കണമെന്നാണ് ഈ വ്യക്തി ആഗ്രഹിക്കുന്നത്, നിങ്ങളുടെ മച്ചമ്പി. കാരണം ഇത് ചെയ്യാൻ നിങ്ങളുടെ ഉള്ളിൽ അറിയാം, ഇത് പല കാര്യങ്ങളും ചെയ്യാൻ അറിയില്ലാത്തതോ സ്നേഹിക്കാൻ അറിയില്ലാത്തതോ ആയിട്ടുള്ള ആളൊന്നും അല്ല. അപ്പം എന്തുകൊണ്ട് മാത്രം എൻ്റെ അടുത്ത് വരുമ്പോൾ മാത്രമേ ഇങ്ങനെ ഒരു ബിഹേവിയർ, ഒരു പന്തിയിൽ തന്നെ 2 തരം സദ്യ വിളമ്പുന്ന രീതി എന്നുള്ളൊരു കൺസെപ്റ്റൊക്കെ നിങ്ങളുടെ ഉള്ളിലോട്ട് വരും. അതാണ് ഇവിടെ തർക്കങ്ങൾ വരുന്നത്, ചോദ്യം ചെയ്യലുകൾ, പ്രശ്നങ്ങൾ ഇവിടെ ഉടലെടുക്കുന്നതിനുള്ള മെയിൻ പരിപാടി. കാരണം ഈ ഒരു റിലേഷൻഷിപ്പ് കൊണ്ട് നിങ്ങൾ ഇപ്പം നമ്മൾ എന്താ പറയുക,
ഈ ഫിസിക്കലി ഒരുപാട് സ്ട്രഗിൾ ചെയ്തുള്ള പണികളില്ലേ, ഭാരം ചുമക്കുന്നത് അല്ലെങ്കിൽ കല്ലുകൾ ചുമക്കുന്ന പോലെയുള്ള പരിപാടികൾ, അതുപോലെ ഉള്ള അത്രയും ക്ഷീണം, അത്രയും ഒരു ബെഗിങ് ആയിട്ടുള്ള അത്രയും ഒരു മാനസിക സമ്മർദ്ദം, ഒരു ആൻസൈറ്റിയുടെ ഒരു പീക്ക് ലെവൽ, അല്ലാന്നുണ്ടെങ്കിൽ ഒരു ക്ഷമയുടെ നെല്ലിപ്പലക എന്നൊക്കെ പറയില്ല, അതുപോലെയുള്ള പലകകളൊക്കെ നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ കൂടി കണ്ടിട്ടുണ്ട്. അത്രയേ ഒരു നെഞ്ചിലൊരു കല്ല് കെട്ടിത്തൂക്കിയ പോലെയുള്ള ഒരു പരിപാടി, നിങ്ങൾ അത്രയും ഒരു പരിപാടി ഈ ഒരു റിലേഷൻഷിപ്പിൽ കൂടി നിങ്ങൾ അങ്ങേയറ്റം പോയി കണ്ടിട്ടുണ്ട്. സ്നേഹിച്ചു, ആത്മാർത്ഥത മുന്നിൽ കാണിച്ചു എന്നുള്ളതിൻ്റെ പേരിൽ. കാരണം നിങ്ങൾ ഇതിൽ ആത്മാർത്ഥതയുടെ പീക്ക് ലെവലിൽ തന്നെയാണ് നിന്നത്. നിങ്ങൾ എന്താ പറയുക, ഈ വ്യക്തിയുടെ അടുത്തുനിന്ന് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ അടുത്തുനിന്ന് ഈ വ്യക്തി നിങ്ങളുടെ അടുത്ത് ഇത്തിരി ഡിറ്റാച്ച്മെൻ്റ് ആയിട്ട് വന്നപ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലായത് നിങ്ങളിൽ തന്നെ, ഞാൻ ഈ വ്യക്തിയിലോട്ട് ഇത്രത്തോളം ഒരു അഡിഷൻ ഉണ്ടായിരുന്നു, ഈ വ്യക്തിനെ ഞാൻ ഇത്രത്തോളം അറിഞ്ഞോ അറിയാതെയോ സ്നേഹിച്ച് ആത്മാർത്ഥത ഒരുപാട് കാണിച്ചിട്ടുണ്ട് എന്ന് നിങ്ങൾ പതിയെ വിഷമത്തോടുകൂടി മനസ്സിലാക്കി. അപ്പോഴത്തേക്ക് നിങ്ങൾക്ക് എന്താ പറയുക, ഒരു ഏകദേശം കുറേ കാര്യങ്ങൾ നടന്നതിൻ്റെ അകത്ത്. കാരണം നിങ്ങൾക്ക് ഇറങ്ങിപ്പോകാൻ പറ്റാത്ത രീതിയിൽ, അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ലാത്ത രീതിയിൽ നിങ്ങൾ നടുക്കടലിൽ നിൽക്കുന്ന പോലെയുള്ള ഒരവസ്ഥയായി. കാരണം ഈ ഒരു റിലേഷൻഷിപ്പ് കൊണ്ട് നിങ്ങൾക്ക് ഉറക്കം നഷ്ടപ്പെട്ടിട്ടുണ്ട്, ഉറക്കമില്ലാത്ത രാത്രികൾ. നിങ്ങൾക്ക് ഉറക്കം വേണം, പക്ഷെ ഉറക്കത്തിന് നിങ്ങളെ വേണ്ടാത്ത അവസ്ഥകളൊക്കെ ഈ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം ഇതിൽ ഇപ്പം നിങ്ങളുടെ വ്യക്തി നിങ്ങളെ കാണുന്നത് നിങ്ങൾക്ക് നല്ല രീതിയിൽ സ്നേഹിക്കാൻ അറിയാം, നിങ്ങൾക്ക് നല്ല രീതിയിൽ എന്തും ചെയ്യാൻ പല പരിപാടികളും അറിയാം, നിങ്ങൾക്ക് ഏകദേശം വേണ്ട ക്വാളിറ്റീസൊക്കെ ഉണ്ട്. പക്ഷേ എന്താ പറയുക, നിങ്ങൾക്കും സ്വയം അറിയാം പല കാര്യങ്ങളിലും നിങ്ങൾ പ്രാഗൽഭ്യം ഉള്ള ആളുകളാണ്, പല കാര്യങ്ങളിലും കഴിവുകളുള്ള ആളുകളാണ്. പക്ഷേ എന്തുകൊണ്ട് നിങ്ങളുടെ ഒരു ചിന്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തുകൊണ്ടാണ് എന്നിട്ടും എൻ്റെ അടുത്ത് ഇങ്ങനെയുള്ള ഒരു വേർതിരിവ് കാണിക്കുന്നത്, എന്തുകൊണ്ടാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്കും ചില സമയങ്ങളിൽ തോന്നുന്നുണ്ട്. പക്ഷെ നിങ്ങളുടെ വ്യക്തി നിങ്ങൾ സ്നേഹിക്കാൻ അറിയാവുന്ന ആളാണ്, നിങ്ങൾ ഒരു മദർ കെയർ അല്ലെന്നുണ്ടെങ്കിൽ ഒരു സംരക്ഷകൻ, അല്ലെങ്കിൽ ഒരു സംരക്ഷണം, അല്ലെന്നുണ്ടെങ്കിൽ ഒരു എന്താ പറയുക, ഒരു ഫാദർ കെയർ പോലെ നിൽക്കുന്ന, അല്ലെങ്കിൽ ഒരു അങ്ങനത്തെ ഒരു കെയറിങ് നേച്ചറുള്ള ഒരു വ്യക്തിയാണെന്നൊക്കെ അറിയാം. പക്ഷെ ചില കാര്യങ്ങളിലെ അർഹതപ്പെട്ട ആളുകൾക്ക് കിട്ടാത്തതും കിട്ടിയ ആളുകൾക്ക് വലിയ വിലയില്ലാത്തതുമായിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സ്നേഹമാണ്. കാരണം ഇതിൽ ഒരുപാട് അവൈലബിലിറ്റി നിങ്ങൾ കൊടുത്തിട്ടുണ്ട്, ഒരുപാട് അവൈലബിലിറ്റി കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ ഇവിടെ കാണിക്കുന്നുണ്ട്. കാരണം ഈ വ്യക്തിയുടേതായിട്ടുള്ളൊരു സാന്നിധ്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ആ ദിവസം മുഴുവനും ഹാപ്പിനെസ് ആകും. ഈ വ്യക്തി നല്ല കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യുന്നുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഒരുവിധം പ്രശ്നങ്ങളൊക്കെ മാറിയേനെ. പക്ഷെ നിങ്ങളെ ഇപ്പോഴും ഒരു കംപ്ലൈൻറ്റ് ബോക്സ് ആയിട്ടാണ് ഈ ആള് കാണുന്നത്, ഒരു പരാതി ഉന്നയിക്കുന്ന കാര്യങ്ങൾ. കാരണം നിങ്ങളിപ്പോൾ എന്തെല്ലാം പ്രശ്നങ്ങൾ മാറ്റി ഒന്നു ചേരുന്ന അവസരങ്ങൾ വരുവാണെങ്കിലും ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വ്യക്തി പറഞ്ഞ കാര്യങ്ങളായിരിക്കില്ല പ്രവർത്തിക്കുന്നത്. അപ്പം നിങ്ങൾ കംപ്ലൈൻ്റ് ആയിട്ട് പറയും, അപ്പം അത് അവർക്ക് ഇറിറ്റേഷൻ ആവും. കാരണം നിങ്ങളുടെ ആളുടെ ഒരു സ്വഭാവം ഇരിക്കുന്ന ഇരിപ്പിൽ മാറും. ഇന്ന് പറയുന്നതായിരിക്കില്ല നാളെ പ്രവർത്തിക്കുന്നത്, നാളെ പറയുന്നതായിരിക്കില്ല മറ്റന്നാൾ പ്രവർത്തിക്കുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പം അത് അനുഭവിക്കുന്ന വ്യക്തികൾ അതിനനുസരിച്ചുള്ള പ്രതികരണങ്ങൾ ചെയ്യും. അപ്പം നിങ്ങളാണ് അനുഭവിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ചുള്ള പ്രതികരണങ്ങൾ ചെയ്യും. അത് ചിലപ്പോൾ ദേഷ്യത്തിലായിരിക്കാം, അല്ലെങ്കിൽ ആൻസൈറ്റിയുടെ പുറത്തായിരിക്കാം, വേദനയുടെ വിഷമത്തിൻ്റെ പുറത്തായിരിക്കാം. അപ്പം അത് അവർക്ക് ഇറിറ്റേഷൻ കയറുന്നു. അതാണ് ഇതിലുള്ള കാര്യങ്ങൾ. കാരണം ഇത് നിങ്ങൾ ചെയ്യുന്നത് സ്നേഹക്കൂടുതൽ കൊണ്ടാണ്. പക്ഷെ അത് എന്താണെന്ന്, ആ ഒരു സ്നേഹക്കൂടുതലാണെന്ന് നിങ്ങളുടെ ആൾ മനസ്സിലാക്കുന്നില്ല. അതാണ് അതിൻ്റെ കാര്യങ്ങൾ. ഈഗോ
ഒരു ഈഗോ തലക്ക് പിടിച്ച ഒരു കാര്യങ്ങളും ഇവിടെ കാണിക്കുന്നുണ്ട്. രണ്ടു കൂട്ടർക്കും ചില സമയങ്ങളിൽ നിങ്ങളെക്കാളും കൂടുതൽ നിങ്ങളുടെ വ്യക്തിക്കുണ്ട്. കാരണം നിങ്ങൾ ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഒരു നിറക്കൂട്ട് അല്ലെങ്കിൽ ഒരു ഐശ്വര്യം, ഒരു വെളിച്ചം കൊടുത്ത ഒരു ആള്, അല്ലെങ്കിൽ ഒരു വെളിച്ചത്തിൻ്റെതായിട്ടുള്ള ഒരു കാര്യങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തി ആയിരുന്നിട്ട് കൂടി നിങ്ങളെ ഒരു സൈഡിലോട്ട് മാറ്റി മറ്റു പല കാര്യങ്ങൾക്കും ഒരു ആവശ്യമില്ലാത്ത അനാവശ്യമായിട്ടുള്ള പല കാര്യങ്ങൾക്ക് വേണ്ടി ജീവിത ഒട്ടപ്പാച്ചിലുകൾ ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കണം. അതാണ് നിങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കുന്നത്. പക്ഷെ അതൊക്കെ നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുന്നില്ല എന്നാണ് നിങ്ങളുടെ വ്യക്തി ചിന്തിക്കുന്നത്. പക്ഷെ അത് നല്ല കാര്യങ്ങളൊന്നും അല്ല. അത് ഇവരെ കൊടുക്കാനുള്ള പരിപാടിയും ഇവർക്ക് ബുദ്ധിമുട്ടും, അത് ഇവർക്ക് തന്നെ അത് ഭാവിയിൽ ദോഷമാകുന്നു എന്ന് നിങ്ങൾ മുൻകൂട്ടി കണ്ടിട്ടാണ് ഇതിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഇവര് ചിന്തിക്കുന്നില്ല. ഇതിൽ എക്സ്ട്രാ മാരിറ്റൽ അഫെയർ ആയിട്ടുള്ള ആളുകൾ ഈ വീഡിയോ വാച്ച് ചെയ്യുന്നുണ്ട്. അവര് ഇങ്ങനെ ദിവസം തോറും ഇങ്ങനെ ഉരുകി മെഴുകിനേക്കാളും ഫാസ്റ്റായിട്ട് ഉരുകിത്തീരുന്ന പരിപാടി ഇവിടെ ഉണ്ട്. കാരണം പുറം ലോകത്തോട് വിളിച്ചു പറയാൻ പറ്റാത്ത ഒരവസ്ഥ, അടക്കി പിടിച്ചിരിക്കുന്ന പോലെ. ഈ ഹൈഡ്രജൻ ബലൂണൊക്കെ ഇങ്ങനെ തിങ്ങി നിറഞ്ഞിരിക്കുമല്ലോ, ഒരു സൂചി ഇങ്ങനെ കുത്തിക്കഴിഞ്ഞ് ഇപ്പടാന്ന് പറഞ്ഞോട്ട്, അതുപോലെയുള്ള ഒരവസ്ഥ ഇവിടെ കാണിക്കുന്നുണ്ട്. നിങ്ങൾ വിദേശത്തായിരിക്കാം, നിങ്ങളുടെ വ്യക്തി വിദേശത്തായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളായിട്ടോ നിങ്ങളുടെ വ്യക്തിയായിട്ടോ ബന്ധപ്പെട്ട ആളുകൾ വിദേശത്തിരിക്കുന്ന പരിപാടികൾ ഉണ്ടാവാം. അങ്ങനെയുള്ള കാര്യങ്ങളും ഇവിടെ കാണിക്കുന്നുണ്ട്. കാരണം നിങ്ങളുടേതായിട്ടുള്ള പരിപാടികൾ വരുമ്പോൾ ഇവിടെ സ്നേഹം, നിങ്ങൾ തമ്മിലുള്ള ഒരു കൂടിച്ചേരലുകൾ കാര്യങ്ങൾ വരുമ്പോൾ ഈ വല്ലവരുടെയും കാര്യങ്ങൾ പറഞ്ഞുള്ള തല്ലുപിടുത്തവും കൂടുതൽ, ഒരാവശ്യമില്ലാത്ത ആളുകളുടെ കാര്യങ്ങൾ പറഞ്ഞുള്ള തല്ലുപിടുത്തം, അല്ലെങ്കിൽ ഒരാവശ്യമില്ലാത്ത സിറ്റുവേഷൻസ് കാര്യങ്ങൾ പറഞ്ഞുള്ള മൂന്നാമത്തെ എനർജിയുടെ കാര്യങ്ങൾ പറഞ്ഞുള്ള തല്ലുപിടുത്തമാണ് ഇതിൻ്റെ മെയിൻ തടസ്സം നിൽക്കുന്നത്. അതൊരു എന്താ പറയാ, ഈ വലിയൊരു തടസ്സമായിട്ട് തന്നെ നിൽക്കുന്നത് ഒരു എനർജി. അത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനൊരു തടസ്സമായിട്ട് തന്നെ ഇവിടെ കാണിക്കുന്നുണ്ട്. അത് നിങ്ങൾ തമ്മിൽ കൂടിച്ചേരേണ്ട കാര്യങ്ങൾ. കാരണം ഇത് നിങ്ങൾ തമ്മിൽ കൂടിച്ചേർന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ മനോഹരമായിട്ടുള്ള, വളരെ സന്തോഷം തരുന്ന, വളരെ എന്താ പറയാ, ഒരു നിഷ്കളങ്കമായിട്ടുള്ള പല കാര്യങ്ങളും ഉണ്ടാകുന്ന ഒരു പരിപാടിയാണ്. പക്ഷെ അത് എന്താ പറയാ, ഈ കുളം കലക്കി മീൻ പിടിക്കുന്ന രീതിയിൽ മൊത്തത്തിൽ വല്ലവരും വന്ന് കുളം കലക്കി മീൻ പിടിച്ച് അതിൽ നിങ്ങൾക്കും നിങ്ങളുടെ വ്യക്തിക്കും ബുദ്ധിമുട്ടുണ്ടാക്കി ഉള്ള പരിപാടികളാണ് കാണിക്കുന്നത്. അല്ലാതെ സ്വന്തം കാര്യങ്ങളെക്കാളും കൂടുതൽ മറ്റുള്ള എന്തൊക്കെയോ കാര്യങ്ങൾ പറഞ്ഞ് തർക്കങ്ങളും വിഷയങ്ങളും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന, അതുമൂലം രണ്ട് വ്യക്തികളും, നിങ്ങളാണെങ്കിലും നിങ്ങളുടെ മച്ചപ്പിയാണെങ്കിലും അതിൽ കൂടി മാനസിക വിഷമം നേരിടുന്നു. നിങ്ങളോട് നല്ല രീതിയിലൊന്ന് സംസാരിക്കാൻ വരുമ്പോൾ തടസ്സം, നിങ്ങൾ രണ്ടുപേരും കൂടി നല്ല രീതിയിലുള്ള പ്രണയ നിമിഷങ്ങൾ ഉണ്ടാകുവാൻ അതിലൊരു തടസ്സം, കാര്യങ്ങളൊക്കെ അങ്ങനെയുള്ള നല്ല നല്ല കാര്യങ്ങളൊക്കെ മറ്റുള്ള തേർഡ് പാർട്ടി എനർജി, ചിലപ്പോൾ പാരൻസ് ആയിരിക്കും, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും റിലേഷൻഷിപ്പ് ആയിരിക്കും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങളായിരിക്കും. അതിങ്ങനെ ഒരു തൂണ് പോലെ നിൽക്കുന്ന കാര്യങ്ങൾ, അതാണ് ഇതിലുള്ള പരിപാടി. പിന്നെ അതുമാത്രമല്ല, നിങ്ങളുടെ മച്ചമ്പി എന്ന് പറയുമ്പോൾ വരുമ്പോ അപ്പൊ വന്നു കഴിയുമ്പോൾ നിങ്ങൾ വിചാരിക്കും കുറേ ദിവസത്തേക്ക് ഈ വ്യക്തി ഇതുപോലെ തന്നെയായിരിക്കും, എനിക്ക് സന്തോഷമായി, അങ്ങനെയാണ് ഇങ്ങനെയാണ്, എനിക്ക് നല്ല ഹാപ്പി ആയി, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് വിചാരിച്ചിരിക്കും. പക്ഷെ നമ്മൾ കടലിലെ തിര വരില്ല, അതേ സ്പീഡിൽ തിരിച്ചു പോകില്ലേ, അതേപോലെ ചില സമയം കാണിച്ചു നോക്കി മനുഷ്യായി പോകും. പണ്ടൊക്കെ മറ്റേ ഈ ശക്തിമാൻ വന്നിട്ട്, ശക്തിമാൻ പിന്നെ കാണൂലല്ലോ, അതുപോലെ 1 2 3 എണ്ണതിന് മുമ്പ് തന്നെ, അത് ഫിനിഷ് ആവുന്നതിന് മുമ്പ് തന്നെ ആളെ കാണാനുണ്ടാവില്ല. അതുപോലെ വരും പോകും. പിന്നെ നിങ്ങളുടെ ആള് നിങ്ങളെ പറ്റി ചിന്തിക്കുന്നത്, ഞാൻ ഇത്രയൊക്കെ നിങ്ങളോട് ചിന്തിക്കാൻ പറഞ്ഞിട്ടുണ്ടോ, നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കിക്കൂടെ,
നിങ്ങൾ 24 മണിക്കൂറും എന്നെക്കുറിച്ച് എന്തിനു ചിന്തിക്കുന്നു, എന്തിന് ഇത്രയും കാര്യങ്ങൾ എപ്പോഴും ആൻസൈറ്റി ആയിട്ടിരിക്കുന്നു, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഒരുപാട് കോപ്പി ഞാൻ തന്നിട്ടുണ്ടോ, നിങ്ങൾ കാട് കയറുന്നത് എന്തിനാണ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ആള് ചിന്തിക്കുന്നുണ്ട്. നിങ്ങൾ മറ്റു പല വ്യക്തികളെ കുറിച്ച് ആലോചിച്ച് വെച്ചിരിക്കുന്നതൊക്കെ നിങ്ങളുടേതായിട്ടുള്ള തെറ്റിദ്ധാരണകൾ മാത്രമാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ കണ്ണിലെ ബുദ്ധിമുട്ട് കൊണ്ടിട്ടാണ്. ശരിക്കും മറ്റ് പല സാഹചര്യങ്ങളും മറ്റു പല വ്യക്തികളും നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെയുള്ള ആളുകളല്ല. അവര് വളരെയധികം കോമളനും തങ്കമ്മയും തങ്കപ്പനുമാണ്. നിങ്ങളുടെ കണ്ണിനാണ് കുഴപ്പം, അവർക്കല്ല കുഴപ്പം. അങ്ങനെയൊക്കെയാണ് നിങ്ങളുടെ വ്യക്തി ചിന്തിക്കുന്നത്. നിങ്ങൾ ആ കണ്ണുകൊണ്ട് കാണുന്ന നിങ്ങളുടെ കണ്ണിനാണ് പ്രശ്നം. അല്ലാതെ ഈ കോമളനോ തങ്കമ്മക്കോ തങ്കപ്പനോ വേറെ പ്രശ്നമൊന്നുമില്ല. അത് അവരെയും നിങ്ങൾ സ്നേഹിക്കണം, അവരെയും നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. അങ്ങനെയൊക്കെയുള്ള ആവശ്യങ്ങളാണ് നിങ്ങളുടെ വ്യക്തിക്ക് ഇവിടെ ഉള്ളത്. പക്ഷെ യഥാർത്ഥ തങ്കമ്മ തങ്കപ്പൻ കോമളൻ അവരുടേതായിട്ടുള്ള ഒറിജിനൽ ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള യഥാർത്ഥ മുഖം കാര്യങ്ങളൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റുമായിരിക്കും. അത് നിങ്ങൾ മനസ്സിലാക്കി കൊടുക്കുന്നതിൽ നിങ്ങൾ പരാജയപ്പെട്ടിട്ടുണ്ടാവും, തർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. അതാണ് നിങ്ങളുടെ പ്രശ്നം. പക്ഷെ നിങ്ങളുടെ വ്യക്തി അതല്ല ചിന്തിക്കുന്നത്, നിങ്ങളുടെ കണ്ണിന്റെ പ്രശ്നമാണ് എന്നാണ് ചിന്തിക്കുന്നത്. ഇത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ കേട്ടാ, രണ്ടുപേർക്കും സ്നേഹമുണ്ടെന്നേ ഒരു കുടുംബത്തിലുള്ള ആളുകളൊക്കെ കാണുന്നുണ്ട്. ഹസ്ബൻഡ് ആയിരിക്കാം, വൈഫായിരിക്കാം, അല്ലെങ്കിൽ ഒരു മാരേജ് വരെ എത്തിയിട്ട് പോയ ആളുകളായിരിക്കാം, അല്ലെങ്കിൽ ഹസ്ബൻഡ് വൈഫ് ആയിട്ട് ജീവിച്ച പോലെയുള്ള പ്രണയ നിമിഷങ്ങൾ കൈമാറിയ ആളുകളായിരിക്കാം. ഒരു ഫാമിലി പോലെ നിൽക്കുന്ന ഒരു സ്പെഷ്യൽ കാര്യങ്ങൾ അങ്ങനെയൊക്കെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടാവും. നിങ്ങൾ കുട്ടികളുള്ള ആളുകളായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തി കുട്ടികളുള്ള ആളായിരിക്കാം. ഒരു ഫാമിലി അവിടെ കാണുന്നുണ്ട്. അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ അടുത്ത് നിൽക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ഫാമിലി പോലെ തോന്നിയിട്ടുണ്ടാകാം. പക്ഷെ ഇതില് ഒന്ന് പറഞ്ഞ് രണ്ടാമത് ഇപ്പൊ നിങ്ങൾ 1 മണിക്കൂർ സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിലവിലുള്ള പരിപാടി എന്ന് പറയുന്നത് കുറച്ചേരം സംസാരിക്കും, കുറച്ചേരം കഴിയുമ്പോൾ അതെന്തുകൊണ്ട് ചെയ്തില്ല, എന്തുകൊണ്ട് ചെയ്തില്ല എന്നൊക്കെ പറഞ്ഞ് തമ്മിൽ തർക്കങ്ങൾ വരുന്ന കാര്യങ്ങൾ ഇവിടെ കാണിക്കുന്നുണ്ട്. നേരത്തെ സംസാരിച്ച കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ ഉള്ളത്. രണ്ടുപേർക്കും സ്നേഹമുണ്ട്. പക്ഷെ ആ സ്നേഹത്തിന് വരുന്ന പരിപാടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിത്തെറിച്ച് വേറെ പല കാര്യങ്ങളിൽ കൂടിയാണ് വരുന്നത്. അത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവും. നിങ്ങളുടെ ആൾ ഇവിടെ ചിന്തിക്കുന്നത് നിങ്ങളുടെ കംപ്ലൈന്റ് എന്ന് മാറുന്നില്ല. നിങ്ങൾ ഇവരെ കുറിച്ച് ഇവരുടെ നിസ്സഹായത, ഇവരുടേതായിട്ടുള്ള പല പരിപാടികൾ, ഇവരുടേതായിട്ടുള്ള ഇപ്പോഴത്തെ സിറ്റുവേഷൻസ് എന്തുകൊണ്ട് നിങ്ങൾ ചിന്തിച്ച് പെരുമാറുന്നില്ല, ചിന്തിച്ച് ഇതാകുന്നില്ല. ഇവരെന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവര് ന്യായീകരണങ്ങൾ കൊണ്ട് മെഴുകുന്ന ആളാണ് നിങ്ങളുടെ മച്ചമ്പി. ന്യായീകരണ സിംഹം അതാണ്. അപ്പൊ അതൊക്കെ നിങ്ങൾ എന്തുകൊണ്ട് അവർക്ക് മനസ്സിലാക്കുന്നില്ല എന്നൊക്കെയുള്ളൊരു ചിന്തകളാണ്. അല്ലാതെ നിങ്ങൾ സ്നേഹം ഇല്ലാത്ത ആളുകളായിട്ട് ഇവിടെ അവർ ചിന്തിക്കുന്നില്ല. നിങ്ങൾക്ക് നന്നായിട്ട് സ്നേഹം കൂടിയിട്ടുള്ള കാര്യങ്ങളാണ്, നല്ല കാര്യങ്ങളൊക്കെ തന്നെയാണ്. പക്ഷെ ഇതില് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വല്ലവരുടെയും കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ള പ്രശ്നങ്ങളാണ് ഇതിലുള്ളത്. അതിനുള്ള ഒരു തടസ്സങ്ങളുമാണ് ഇതിലുള്ളത്. കാരണം നിങ്ങൾ പല രീതിയിലുള്ള അവര് ഒരു കാര്യം തരുവാണെങ്കിൽ നിങ്ങൾ പല രീതിയിൽ 10 കാര്യങ്ങൾ കൊടുക്കാൻ റെഡിയായിട്ട് നിൽക്കുകയാണ്. അത് സ്നേഹമായാലും കെയറിങ് ആയാലും എന്ത് പരിപാടിയാണെന്ന് അതവർക്കറിയാം. അതാണ് ഈ വരും പോകും കാണിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് ഇന്നത്തെ റീഡിങ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. നിങ്ങൾക്ക് കണക്ട് ആവുന്ന, നിങ്ങൾക്ക് റെസൊണേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ ഇട്ടേക്കുക. ഞാൻ പറയുന്ന കാര്യങ്ങൾ ഒന്ന് റെസൊണേറ്റ് ആയില്ല, ഒന്നും കണക്ട് ആയില്ലെങ്കിൽ ഇത് നിങ്ങളുടെ വീഡിയോ ഇല്ല.
ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഹാവ് എ ഗുഡ് ഡേ. താങ്ക് യു.